നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ ബിജെപിയുടെ മഞ്ജു ശർമ്മ വിജയിയായി. 2,39,337 വോട്ടുകളാണ് മഞ്ജു ശർമ്മ നേടിയത്. 1,70,644 വോട്ടുകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രതാപ് സിംഗ് നേടിയത്. രാജസ്ഥാനിലെ 13 സീറ്റുകളിൽ ബിജെപി ലീഡ് ചെയ്യുകയാണ്. കോൺഗ്രസ് 9 സീറ്റുകളിൽ മുന്നിലാണ് ഉള്ളത്. ജലവാർ ബരാർ മണ്ഡലത്തിൽ ബിജെപിയുടെ ദുഷ്യന്ത് സിംഗ് 35,000 വോട്ടുകൾക്ക് മുന്നിലാണ്. രാജസ്ഥാനിൽ ബിജെപി പൂർണ്ണ ഭൂരിപക്ഷം നേടുമെന്ന് രാജസ്ഥാൻ ബിജെപി അധ്യക്ഷനും ചിറ്റോർഗഡ് ലോക്സഭാ മണ്ഡലത്തിലെ പാർട്ടി സ്ഥാനാർത്ഥിയുമായ CP ജോഷി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആന്ധ്രാപ്രദേശിൽ NDA സഖ്യത്തിന് വൻ മുന്നേറ്റം. നിലവിലെ ഭരണകക്ഷിയായ YSR കോൺഗ്രസ് പാർട്ടിയെ പിന്തള്ളി TDP ജനസേന BJP സഖ്യം മുന്നേറുകയാണ്. 175 സീറ്റുകളുള്ള ആന്ധ്ര നിയമസഭയിലേക്ക് മുഖ്യ പോരാട്ടം NDAയും YSR കോൺഗ്രസ് പാർട്ടിയും തമ്മിലായിരുന്നു മത്സരമെങ്കിലും ത്രികോണ മത്സരമായിരുന്നു നടന്നത്. ഇന്ത്യ സഖ്യവും ഏതാണ്ട് എല്ലാ സീറ്റിലും മത്സരിച്ചിരുന്നു. ആദ്യ റൗണ്ട് സൂചനകൾ വരുമ്പോൾ TDP 127 സീറ്റിലും ജനസേന 17 സീറ്റിലും BJP 7 സീറ്റിലും വ്യക്തമായി മുന്നേറുമ്പോൾ ലീഡ് നിലയിൽ YSR കോൺഗ്രസ് പാർട്ടി കേവലം 22 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ഒരു സീറ്റ് പോലും ഒരു സമയത്തും ലീഡ് നിലനിർത്താനായിട്ടില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് തുടർന്നാൽ സംസ്ഥാനത്ത് ഇന്ത്യ മുന്നണി സീറ്റ് ഒന്നും നേടാതെ തന്നെ പിന്നിലാകുമെന്നാണ് കരുതപ്പെടുന്നത്. 175 അംഗ ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ നിലവിൽ ഭരണകക്ഷിയായ YSR കോൺഗ്രസ് പാർട്ടിക്ക് 151 സീറ്റുകളും തെലുങ്കുദേശം പാർട്ടി 23 സീറ്റുകളും നേടി. ജനസേന പാർട്ടി 1 സീറ്റിൽ വിജയിച്ചു. BJPക്ക് 2 സീറ്റുകളും ലഭിച്ചു. മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഏകാധിപത്യ പ്രവണതകളും മതപ്രീണനവും ഉൾപ്പെടുത്തിയുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയായിരുന്നു.